റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. ഇടുക്കി കട്ടപ്പന നഗരസഭാ സീറ്റ് നിർണയത്തിൽ മുന്നറിയിപ്പുമായി KC വേണുഗോപാൽ പക്ഷം. AI ഗ്രൂപ്പുകൾ സീറ്റ് പങ്കിട്ടാൽ 20 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് DCC അംഗം രാജപ്പൻ പറഞ്ഞു. ഇതുവരെയും വാർഡ് കമ്മിറ്റികൾ ചേർന്നിട്ടില്ല. പിന്നെ എങ്ങനെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നാണ് ചോദ്യം. ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിളും പറഞ്ഞു. പ്രാദേശിക തലത്തിൽ വാർഡ് കമ്മിറ്റികളുടെ അഭിപ്രായം അനുസരിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണം എന്നാണ് പാർട്ടിയുടെ നയം. അതിന് വിരുദ്ധമായിട്ടാണ് ഏകപക്ഷീയമായി ചില താല്പര്യ കക്ഷികളുടെ താല്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു വന്നത്. അത് പാർട്ടിക്ക് ഭയങ്കരമായി പരാജയമായിരിക്കുമെന്നാണ്. കട്ടപ്പന നഗരസഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള യാതൊരുവിധ ചർച്ചകളും നാളിതുവരെ വന്നിട്ടില്ല. KPCCയുടെ നിർദ്ദേശപ്രകാരം ഓരോ മണ്ഡലങ്ങളിലും കോർ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 12-ാം തീയതി നടക്കുന്ന കോർ കമ്മിറ്റി യോഗം ആരംഭിക്കുന്നു. രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ സുരേഷ്, കട്ടപ്പനയിൽ ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കട്ടപ്പുകയാകുമോ? സുജയ, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി യോഗങ്ങൾ, ജില്ലാ കോർ കമ്മിറ്റി യോഗങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ചില നേതാക്കളുടെയൊക്കെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ആളുകളെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അതിലൊക്കെ തീരുമാനമെടുക്കുന്നു എന്നതാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. അതിലിപ്പോൾ ഈ കട്ടപ്പന നഗരസഭ എന്ന് പറയുന്നത്, കട്ടപ്പന നഗരസഭ രൂപീകൃതമായ ശേഷം UDFന്റെ കയ്യിൽ നിന്നും പോയിട്ടില്ല. UDFന്റെ ഒരു ഉരുക്ക് കോട്ട തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള തമ്മിലടികൾ കൊണ്ട് അത് UDFന്റെ കയ്യിൽ നിന്നും പോകുമോ എന്നൊരു ആശങ്ക പല നേതാക്കൾക്കുമുണ്ട്. ഇപ്പോൾ DCC അംഗമായിട്ടുള്ള രാജപ്പന്റെ ഒരു പ്രതികരണം കൂടിയാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഈ KC വേണുഗോപാൽ പക്ഷത്തുള്ള ഒരു അംഗം കൂടിയാണ്. അതായത് വാർഡ് കമ്മിറ്റികൾ പോലും ചേരാതെയാണ് AI ഗ്രൂപ്പുകൾ ഈ സീറ്റ് വിഭജനം നടത്തുന്നതെന്നും ആളുകളെ പ്രഖ്യാപിക്കുന്നതെന്നുമാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ KC വേണുഗോപാൽ പക്ഷത്തിന്റെ കാര്യങ്ങൾ കേൾക്കാതെ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ 20ഓളം സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. നിലവിൽ 22 വാർഡുകളാണ് UDFനുള്ളത്, 9 വാർഡുകൾ LDFനും, 2 വാർഡുകളാണ് BJPക്കുള്ളത്. അപ്പോൾ 22 വാർഡുകളിൽ 20 ഇടങ്ങളിലും KC വേണുഗോപാൽ പക്ഷം ആളുകളെ നിർത്തുമെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിൽ അവസാനിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല. അതേസമയം UDFന്റെ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് ഇതുവരെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ല എന്നത് തന്നെയാണ്. എന്താണെങ്കിലും ഈ പ്രശ്നപരിഹാരത്തിന് ഉന്നതതലത്തിൽ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ്.